ഹലോ, ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, അങ്ങനെ എന്ത് വീഡിയോ ഇടും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ അങ്ങനെ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. 2-3 ഷോർട്സും ഒരു വീഡിയോ ഷവർമൻ്റെ ഇട്ടിട്ടുണ്ട്. വേറെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ വരണമെന്നുണ്ട്. എനിക്ക് കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ കാലം മുന്നേ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അപ്പം ഞാൻ എന്ത് വിചാരിച്ച് ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം വന്നത്. ഞാനെന്ത് ചെയ്തു അങ്ങോട്ട് തുടങ്ങാന്ന് ഹസ്സിനോ ചോദിച്ചപ്പോൾ ഹസ് പറഞ്ഞു തുടങ്ങി കണ്ടിഷ്ടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കല്ലേ, അപ്പോൾ എന്തേലൊക്കെ ഒന്ന് വേണ്ടേ, അത് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഇൻഷാ അല്ലാ ഇനി ഓരോ വീഡിയോസായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് അങ്ങനെ ഒന്നും എടുക്കാനില്ല, പുറത്തേക്കൊന്നും പോകണമില്ല, ഒരു ഷോർട്ട് വീഡിയോ പോലും എടുക്കാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം, മറ്റുള്ളവർക്ക് നമ്മൾ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ, അത് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇൻഷാ അല്ലാ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങണം എന്ന് തന്നെ വിചാരിച്ചത് ഓരോരുത്തരുടെ വീഡിയോസ് കണ്ടിട്ടാട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. മെയിനായിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മെയിനായിട്ട് എനിക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്. ഞാൻ ആളുടെ ഭയങ്കര അത്യാവശ്യം നല്ലൊരു ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോസൊക്കെ, ഓരോ സംസാരങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഇതുപോലൊക്കെ എനിക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതുപോലൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം മൂത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചത് ഒന്നിൻ്റെ ഹസ്ബൻഡിനോടും രണ്ടാമത് എൻ്റെ അമ്മനോടുമാണ്. രണ്ടാളോട് ചോദിച്ചപ്പോൾ രണ്ടാളും പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ അല്ലേ, ഇൻഷാ അല്ലാ നമുക്ക് കഴിയണ പോലെ ഈ ചെയ്തോ, എൻ്റെ ഇഷ്ടമല്ലേ ഈ തുടങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാനിതൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് പകുതിയിൽ നിന്ന് വെച്ച് നിർത്തരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ആയിട്ട് പോവാൻ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ആക്കണം. പിന്നെ ഈ സംസാരിക്കണ മാതിരിയൊന്നും അല്ല ആള്. ഞാൻ അത്യാവശ്യം നല്ല കുറവുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ. ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നും ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായി, ഒരു 2-3-4 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ല, ഫാമിലി മെമ്പേഴ്സിനോട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഇൻഷാ അല്ലാ ഈ വീഡിയോ ഇട്ടിട്ട് എല്ലാവരെയും അറിയിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഇൻഷാ അല്ലാ ഈ വീഡിയോ ഞാൻ എന്തായാലും വാട്സപ്പിലും അതിലൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ അറിയും എന്താകും ഓരൊക്കെ റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറേ കളിയാക്കലകളൊക്കെ കേൾക്കേണ്ടി വരും, പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെയൊക്കെ തട്ടി വിടുന്നു. ഇൻഷാ അല്ലാ ഒന്ന് സെറ്റാവാനല്ലേ എൻ്റെ ആഗ്രഹമല്ലേ. ഞാനിതിൽ അധികം ഇങ്ങനെ പുറത്ത് പോണതും, പിന്നെ ഞാൻ ബ്രൈഡൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരിക്കും അധികം വരിക ഇൻഷാ അല്ലാ. വർക്ക് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, വർക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ വർക്കൊക്കെ കിട്ടി എന്താണ് ഇതായിട്ട് അതൊക്കെ ഇടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാന്. ഇനിയിപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനത്തെ വീഡിയോസാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് ഓരോ വീഡിയോസുകളൊക്കെ ആയിട്ട് വരണ്ട്. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇട്ടോ, അത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഞാനത് ചെയ്യണം എന്നില്ല, കാരണം എനിക്ക് പറ്റണമല്ലോ. എന്നെക്കൊണ്ട് സാധിക്കും എന്ന് തോന്നിയാൽ മാത്രം ഞാനത് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവുണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്.
അപ്പുറത്ത് വെച്ച് ചെയ്യുക എന്നെക്കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഇതിൻ്റെ മുന്നിൽ തന്നെ കുത്തിരിക്കണേ. ഈ ക്യാമറേൻ്റെ മുന്നിലാണ് കുത്തിരിക്കണമെങ്കിലും എൻ്റെ മൈൻഡിൽ ഫുള്ളും ചുറ്റിനും ആൾക്കാർ ഉള്ള മാതിരിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണൂലേ, അപ്പോൾ എന്താ വിചാരിക്കുക, അങ്ങനത്തെ ഒരു തോട്ടാണ് എനിക്ക് നല്ല കുറവുണ്ട്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ ഈ പേജ് അല്ല ഈ ചാനൽ സപ്പോർട്ടാക്കുക. അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരുന്നുണ്ട്. ബൈ ബൈ.